ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ അലീന ഇറങ്ങി വന്നപ്പോഴേക്കും ഇങ്ങനെ നോക്കി നിൽക്കുക വൈജ. മേഡത്തിന് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അന്നേരം അലീന, ഞാൻ എന്നെ കളിയാക്കുവാണെന്ന് ചോദിച്ചു. ഞാനെന്തിനാ മേഡത്തിനെ കളിയാക്കുന്നത്? കാര്യമായിട്ട് ചോദിച്ചാൽ അല്ലെ തന്നെ മേഡത്തിനെ കളിയാക്കിയതുകൊണ്ട് എനിക്കെന്ത് കിട്ടാനാണെന്നും അലീന ചോദിക്കുക കേട്ടോ. വൈജയന്തി അന്നേരം ഒരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഓരോ ദിവസവും ഞാൻ മേഡത്തിനോട് ചോദിക്കാറില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ, ചോറ് എടുക്കട്ടെ, അല്ലെങ്കിൽ ചായ എടുക്കട്ടെ, സ്നാക്സ് തരട്ടെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ടല്ലോ. മേഡത്തിന് വേണ്ടാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ എന്നും അലീന പറയുമ്പം വൈജയന്തി കൈതയ്ക്കൽ മാളിക വീട്ടിൽ അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ചവളാണെന്ന് അലീന പറയുക. അപ്പോഴത്തേക്കും ബബിതയ്ക്ക് ഭയങ്കര സന്തോഷം. ഈ ബബിത ഭയങ്കര ചിരിയും ചിരിച്ചിങ്ങനെ അമ്മയുടെ അടുത്ത് നിൽക്കുക. നിന്നെപ്പോലെ കണ്ട അനാഥാലയത്തിൽ ഏതെങ്കിലും പിഴച്ചവൾ കൊണ്ട് തള്ളിയ അവഹിത സന്തതിയല്ല എന്നിങ്ങനെ പറയുമ്പം അമ്മയെ നോക്കുക മകള്. നിൻ്റെ കൈകൊണ്ടുള്ള ഒരു സേവനവും വൈജയന്തിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, ഒറ്റ വാക്കേ ഉള്ളൂ വൈജയന്തിക്ക് എന്നും പറഞ്ഞ് വലിയ ഷോ ഇറക്കുമ്പം കൈതയ്ക്കൽ മാളിക വീടിൻ്റെ മഹത്വവും പാരമ്പര്യവും എല്ലാ കാലത്തും മേഡം പാലിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് അലീന വൈജയന്തിയോട് ചോദ്യം ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. ഒരിടത്തും പിഴച്ചിട്ടില്ലേ ഇന്നേ വരെ എന്ന് അലീന ചോദിക്കുമ്പോഴും വൈജയന്തി എന്ന് ഞെട്ടി. പിഴച്ചിട്ടില്ലെന്നോ? എന്തുദ്ദേശിച്ചാടി നീ അങ്ങനെ ചോദിച്ചത് എന്ന് വൈജ ചോദിക്കുമ്പോൾ വാക്കും പ്രവൃത്തിയും ഒരിടത്തും പിഴച്ചില്ലേ എന്നാണ് ചോദിച്ചത് എന്ന് അലീന തിരിച്ചു ചോദിച്ചു. അപ്പോൾ എനിക്കൊരിടത്തും പിഴച്ചിട്ടില്ല എന്ന് പറയുമ്പം ഗംഗാധരൻ സാറ് പറയുന്നത് കേട്ടായിരുന്നു, മേഡം നല്ല പ്രായത്തിൽ മതിച്ചു കൂത്താടി തോന്നിവാസം നടന്നവളാണെന്ന്. സ്വന്തം ആങ്ങള വെറുതെ പറഞ്ഞതായിരിക്കും അല്ലേ എന്ന് അലീന ചോദിക്കുമ്പം വൈജയന്തി മകളുടെ മുന്നിൽ തൊലി ഉരിഞ്ഞിങ്ങനെ നിൽക്കുക. മിണ്ടാട്ടം മുട്ടിപ്പോയി. മേഡത്തിൻ്റെ പഴയ കഥകളൊക്കെ അറിയുകയാണെങ്കിൽ സ്വന്തം മക്കൾ തന്നെ തൂക്കിയെടുത്ത് മീനച്ചിലാറ്റിൽ എറിയുമെന്നും പറഞ്ഞായിരുന്നു. അതൊക്കെ മേഡം മറന്നുപോയോ എന്ന് അലീന ചോദിച്ചു. വല്ലതും പറയാനുണ്ടോ? ഗംഗാധരൻ സാർ അന്നേരത്തെ ദേഷ്യത്തിന് വെറുതെ വല്ലതും പറഞ്ഞതായിരിക്കും അല്ലേ? അതൊന്നും ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. മേഡത്തിനെ ഇപ്പോഴും ഒരു നല്ല സ്ത്രീയായിട്ട് കാണാനാട്ടോ എനിക്കിഷ്ടം. അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നും പറഞ്ഞു. അപ്പോഴും വൈജയന്തി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിന്ന് കേൾക്കാനല്ലേ പറ്റുള്ളൂ. അത്രയും പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് അങ്ങ് പോയി. അമ്മേ, അവൾ പറഞ്ഞത് നമ്മ കേട്ടില്ലേ? അവൾ സ്കോർ ചെയ്തിട്ട് പോയത് നമ്മ കണ്ടില്ലേ എന്ന് ചോദിക്കാം. ഗംഗേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ, വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയിരിക്കുന്നു. സ്വന്തം കൂടപ്പുറപ്പാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അകത്തേക്ക് കയറിപ്പോയി. മകൾ അന്നേരം ഇങ്ങനെ ആലോചിച്ച് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മയും മോളും കൂടി അലീനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കയറി ചെല്ലുക. അപ്പോൾ ചായ ഇപ്പം തരാം, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് അലീന വൈജയോട് പറയുമ്പോൾ നീ മുകളിലോട്ട് എന്തിനു പോയതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ സാറിന് ബാർലി വെള്ളം കൊടുക്കണമായിരുന്നു, പിന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോയില്ല, ആൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണ്ടേ, ഹൃദ്രോഗിയല്ലേന്നു അലീന ചോദിച്ചു. ശുഷ്കാന്തി. അപ്പോൾ അതേന്ന് പറഞ്ഞ അലീന. നീ പോയിട്ട് കുറേ നേരം ആയെന്ന് ബബിത പറഞ്ഞല്ലോ എന്ന് അലീനയോട് ചോദിക്കുമ്പോൾ ശരിയാ, നിനക്ക് നിന്റെ ജോലി ചെയ്തിട്ടിങ്ങ് പോരെ, നീ എന്തിനാ അവിടെ തങ്ങി നിൽക്കുന്നതെന്ന് വൈജ ചോദിക്കുമ്പം അവിടെ ഇരിക്കുന്നത് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഒന്നും അല്ല, ഒരു മനുഷ്യനല്ലേ എന്ന് അലീന ചോദിച്ചു. എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേന്ന് ചോദിക്കുമ്പം മറുപടി പറയാനാണോ 1/4 മണിക്കൂർ സമയം? സാർ ഇവിടെ ബോറടിച്ചിരിക്കല്ലേ, എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കും. കൂടുതൽ സംസാരമൊന്നും വേണ്ട, നീ നിൻ്റെ ജോലി മാത്രം അങ്ങ് ചെയ്താൽ മതിയെന്ന് അലീനയോട് പറയുമ്പോൾ സാർ എന്നോട് പറഞ്ഞ ജോലി മാത്രം ചെയ്താൽ മതിയെങ്കിൽ ഈ ചായ ഇവിടെ നിന്നു പോകും, രാത്രി ഫുഡും ഉണ്ടാവത്തില്ല, നാളെ ഈ വീട് തൂക്കുകയോ തുടയ്ക്കോ ഭക്ഷണം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ് വൈദ്യ നിലത്തിട്ട് അരയ്ക്കുക നമ്മുടെ അലീന. ഇതൊക്കെ കേൾക്കുമ്പം മകൾക്കങ്ങ് ദഹിക്കുന്നുമില്ല. ഒരിക്കലും ഇത് നിർത്തി കഴിഞ്ഞാൽ സാറ് പറയാതെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യത്തുമില്ല എന്നും അലീന ഇങ്ങനെ വൈദ്യയോട് പറയണം. അങ്ങനെ നമ്മുടെ അലീന വെച്ച ചായ അവിടെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് വൈദ്യയ്ക്ക് മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ അലീന എന്നാ ചെയ്തു, ആ ചായയുടെ തീ അങ്ങ് ഓഫ് ചെയ്തു. എന്താ വേണ്ടത്, ഞാൻ നിർത്തിയാക്കട്ടെ എന്ന് ചോദിച്ചു. ഓവർ ടൈം ഡ്യൂട്ടി, ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ നീയും പട്ടിണി കിടക്കുമെന്ന് വൈജ പറയുമ്പോൾ ഇല്ല സാർ, എനിക്ക് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വൈജയോട് അലീന പറയോ. അവിടെയും കിടക്കുന്നു എല്ലാം കൂടി. അപ്പോഴത്തേക്കും ബബിതയ്ക്ക് ടെൻഷനായി. ബബിത എന്നിട്ട് അവിടെ നിൽക്കുകയല്ലേ, ബബിതയുടെ അടുത്തേക്ക് ചെന്നു അലീന. ബബിതേ, നീ ഇവിടെ ഉണ്ടായിരിക്കുന്ന കുടുംബകലഹം തണുപ്പിക്കാനല്ല നോക്കുന്നതല്ലേ, എരുതിയിലോട്ട് എണ്ണ കോരി ഒഴിക്കുക അല്ലേ എന്ന് ചോദിച്ചു. അമ്മ വന്ന ഉടനെ പറഞ്ഞു കൊടുത്തല്ലോ അലീന അച്ഛൻ്റെ അടുത്തായിരുന്നു എന്ന്. ഈ കണ്ട അലവലാതി ചെക്കനെ വീട്ടിൽ വിളിച്ചു വരുത്തി ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെയല്ല ഞാൻ നിന്റെ അച്ഛൻ്റെ റൂമിലോട്ട് പോകുന്നത് എന്ന് അലീന ബബിതയുടെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കും വൈജ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് ആവശ്യമുള്ള മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെപ്പറ്റി മോശമായ സംശയം എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ റൂമിൽ കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ ആ ഡോറിനടുത്ത് വന്ന് കാവൽ നിന്നോളണം. അമ്മയും മോളും മാറി മാറി
അലീന അത് പറഞ്ഞപ്പോഴല്ല ചൂളിപ്പോയി അമ്മയും മോളും. ജീവനും കൊണ്ട് മോൾ ഇറങ്ങി അങ്ങ് ഓടി. അപ്പോൾ നീ ആരോടാടി കുരയ്ക്കുന്നേ? ബാലചന്ദ്രനെ കണ്ടോണ്ടാണ് അടി നിന്റെ അഹങ്കാരവും ചോദിക്കുമ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ചായ വേണോ? വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാൻ പറഞ്ഞു അലീന വൈജയോട്. വൈജ പിന്നെയും ഞെട്ടാൻ വേണ്ടി മാത്രം ഒരു ജീവിതമായിപ്പോയി നമ്മുടെ വൈജയുടെ. അലീന അത്രയും പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി ചായക്ക് തീ വെച്ചു. അങ്ങനെ തീ വിട്ട് പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വൈജ ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കുക കേട്ടോ. കാരണം ഒന്നും മിണ്ടാതെ ബബിത അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അലീന ഇത്രയും പറയുകയും ചെയ്തു. എന്നിട്ട് വൈജ നേരെ മോളുടെ അടുത്തേക്ക് പോയി. അലീന അവിടെ ചായയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദേ നമ്മുടെ രേവതിക്കുട്ടിയാണ്. രേവതിക്കുട്ടി മാമച്ചായനെ ഗ്രേസമ്മയുടെ എടുത്തിരിക്കും. ഈ ടി വിയും കണ്ട് ഈ സോഫയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് വിശക്കില്ലേ, വീടിനകത്തൂടെയെങ്കിലും നടക്കുക, അത് പറഞ്ഞ് കേൾക്കത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക. നാളെ മുതൽ മോർണിംഗ് വാക്ക് തുടങ്ങിക്കോ 2 പേരും. ദേ മെയിൻ റോട്ടിൽ കൂടെ ഒന്നും നടക്കണ്ട, പോക്കറ്റ് റോട്ടിൽ കൂടെ നടന്നാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് രേവതിയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഹലോ, ഞാൻ ആൻസിയാ പുനരൂരിൽ നിന്ന്. എനിക്ക് മനസ്സിലായി. അപ്പോൾ ആരാടി അതെന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയോട് പറയുക. എന്നും പറഞ്ഞ് പിരിക്കുക കേട്ടോ. ചേച്ചിയുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാനെന്ന് രേവതിക്കുട്ടി പറയണേ. എനിക്ക് ഒരു സാവകാശം കിട്ടിയില്ലായിരുന്നു വിളിക്കാനായിട്ടേ, അതുകൊണ്ട് വിളിച്ചതാ കേട്ടോ. അപ്പോൾ ഷെറിൻ ചേച്ചിക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് 2 പേർക്കും ആകാംക്ഷ കൂടി ടി വി ഒക്കെ ഓഫ് ചെയ്ത് 2 പേരും ചെവിയും കണ്ണും ഇങ്ങനെ വട്ടം പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൽ യാതൊരു മാറ്റവും ഇല്ല, മാറുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പുള്ളിക്കാരി ഇങ്ങനെ പറയണം. അപ്പോൾ ടോണിച്ചായൻ്റെ നമ്പർ കിട്ടിയോ ചേച്ചി? കിട്ടി, അത് തരാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഫോണിലേക്ക് അയച്ചേക്കാം കേട്ടോ എന്ന് പറഞ്ഞു. ശരി. ചേച്ചി ടോണിച്ചായനെ എങ്ങാനും വിളിച്ചായിരുന്നോ? എൻ്റെ പൊന്നോ, ഞാൻ വിളിച്ചെന്നെങ്ങാനും അറിഞ്ഞാലേ റോബിച്ചാൻ എൻ്റെ തല വെട്ടും കേട്ടോ എന്നിങ്ങനെ പെണ്ണ് പറയാം. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ ചേച്ചി, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. അതെ, ഈ കൊട്ടാരം മറ്റത്തിലെ ആണുങ്ങളെല്ലാം മുഷ്കന്മാരാണോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര അധികാരക്കാരാ, കേരളം ഭരിക്കുന്നത് അവരാണെന്ന് തോന്നും വർത്തമാനം കേട്ടാലേ. എനിക്കത് തോന്നിയായിരുന്നു അന്ന് വന്നപ്പോഴത്തെ ആ വർത്തമാനവും പെരുമാറ്റവും. സ്ത്രീകൾക്ക് അവിടെ ഒരു വിലയും ഇല്ല അല്ലേ? അപ്പോൾ അത് കേട്ടപ്പോൾ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. പക്ഷേ റോബിച്ചാൻ എൻ്റെ അടുത്ത് അങ്ങനെ അല്ല കേട്ടോ. പുറമേക്ക് വലിയ ശൗര്യമൊക്കെ കാണിച്ചാലും പിന്നെ വന്ന് പറയും പോട്ടടിയെന്ന്. അങ്ങനെയാ. ഈ ടോണിച്ചാൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് ചോദിച്ചപ്പം നല്ലൊരു ചെറുപ്പക്കാരൻ തന്നെയാണ്. പിന്നെ എല്ലാവരും കൂടി അയാളെ പറ്റിച്ചില്ലേ. അവൾ വിളിച്ചാൽ ദേഷ്യപ്പെടുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷെറിൻ്റെ കാര്യം ഒന്നും പറയണ്ട, കൊട്ടാരമുറ്റത്തിൽ എന്ന വീട്ടുപേര് പോലും പറഞ്ഞേക്കരുത് കേട്ടോ, വേറെ എന്തെങ്കിലും രീതിയിലൊന്ന് സംസാരിച്ച് നോക്ക് എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. ചേച്ചി അതിൽ ഫോൺ നമ്പർ വാട്സപ്പിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് രേവതിക്കുട്ടി ഫോണും കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം ആ പെങ്കൊച്ച് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ അവൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഷെറിൻ ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ എന്ത് ചെയ്തെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കൊട്ടാരമറ്റത്തുകാർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പം അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താമല്ലോ ആൻറ്റി. ആ ഫോൺ നമ്പർ ഇപ്പോൾ ഇട്ട് തരുമെന്ന് പറഞ്ഞു രേവതിക്കുട്ടി ഇവരോട്. അങ്ങനെ അവർ പ്രതീക്ഷകളോടുകൂടി ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം ടോണിയുടെ വീട് എവിടെയാണെന്നാണ് പറഞ്ഞേ എന്ന് മാമച്ചായൻ ചോദിക്കുമ്പം അതൊന്നും കൃത്യമായിട്ട് പറഞ്ഞില്ല, നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഈശോ, ഇനിയിപ്പോൾ ആര് പറയും ഈ സത്യം, നമുക്ക് നേരിട്ട് ചോദിക്കാനും വയ്യല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കുമ്പോൾ ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരല്ലാതെ വേറെ ആരെങ്കിലും കാണുമോ? ഇതെല്ലാം അറിയാവുന്നവരായിട്ട് അവിടെ ഉള്ളവർക്ക് തന്നെ എല്ലാവരും അറിയാൻ പാടില്ല പിന്നെയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ പറയുമ്പോൾ റോബിച്ചായൻ്റെ ചേട്ടൻ്റെ പേരെന്നാന്നാ പറഞ്ഞേ? ആൽബി. ആ ചേട്ടൻ്റെ വൈഫിനോട് ചോദിച്ചാൽ ചിലപ്പോൾ എല്ലാം അറിയാമായിരിക്കും. അങ്ങനെ അറിയാമായിരിക്കോ? അറിയാമായിരിക്കും, നമുക്ക് നോക്കാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ വൈജയുടെ വീട്ടിലേക്ക് വന്നു കാര്യങ്ങൾ. ബാലചന്ദ്രന് വേണ്ടുന്ന ഫുഡുമായിട്ട് അലീന വരുമ്പോൾ അമ്മയും മോളും ഇങ്ങനെ അവിടെ സെക്യൂരിറ്റികളായിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് എവിടെ പോകണമെന്ന് ചോദിച്ചു. അത് ഞാൻ സാറിന് ഫുഡ് കൊടുക്കാൻ പോവാം. അപ്പോൾ എന്ത് ഫുഡാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് മസാല ദോശയാണെന്ന് പറഞ്ഞു. ബബിതേ, നീ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പോകത്തില്ല, എന്നിട്ട് ഞാൻ അച്ഛൻ്റെ ചീത്ത കേൾക്കാനോ? എന്നെക്കൊണ്ട് പറ്റത്തില്ല. നീ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് വൈജ പറയുമ്പോൾ മേഡം വെറുതെ വഴക്കിൽ നിൽക്കണ്ടെന്ന് അലീന പറഞ്ഞു. ബബിതേ, ഞാൻ പറയുന്നത് കേൾക്ക്, എന്തായാലും നിൻ്റെ അച്ഛനല്ലേ, കൊലപ്പുള്ളിയൊന്നും അല്ലല്ലോ. അമ്മേ, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു ബബിത അവിടെ നിന്ന് അങ്ങ് പൊടിയും തട്ടിപ്പോയി. അപ്പം നീ പോകും എന്ന് പറഞ്ഞു ബബിത പിന്നാലെ ചെല്ലുക. സ്വന്തം മകൾക്ക് അവളുടെ അച്ഛന് ആഹാരം കൊണ്ട് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അമ്മ, അച്ഛൻ ദേഷ്യപ്പെടും വഴക്കു പറയുമെന്ന് പറഞ്ഞപ്പം അങ്ങനെ വല്ലവളുമാർക്കും വിട്ടുകൊടുക്കാനുള്ളതാണോ നിൻ്റെ അച്ഛനെന്ന് ബബിതയോട് ചോദിക്കുക അമ്മ. ഇതൊക്കെ കേട്ട അലീന ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പേടിച്ച് നിന്നാൽ പിന്നെയും ഇത് ആവർത്തിക്കും, നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ബബിതയെ പിടിച്ച് വലിച്ച് ഈ ഫുഡും മേടിച്ച് കൊടുപ്പിച്ച് പറഞ്ഞു വിടും. അപ്പോൾ അലീന അത് കയ്യിൽ കൊടുത്തു. ബബിത ഇതുമായിട്ട് മുകളിലോട്ട് ചെല്ലുമോ? ബബിതയ്ക്കാണ് പേടിയുണ്ട്. അപ്പോൾ ഒരുത്തിയുടെയും മുന്നിൽ ഒന്നും വിട്ടുകൊടുക്കുന്നവളല്ല വൈജയന്തി എന്ന് അലീനയോട് വൈജ പറയുമ്പോൾ
നമുക്ക് കാണാവെന്ന് പറഞ്ഞു അലീന വൈജയോട്. നീ എന്നെ വെല്ലുവിളിക്കുകയാണോടി എന്ന് അലീനയോട് വൈജ. അപ്പോൾ അതെ എന്ന് വൈജയോട് അലീനയും പറഞ്ഞു. നമുക്ക് കാണാമെന്ന് വൈജ പറയുമ്പം എന്നോട് മത്സരിച്ചാലേ മേഡം തോറ്റു പോവത്തേ ഉള്ളൂ എന്ന് അലീന വൈജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. വൈജ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ഇപ്പം തന്നെ തോറ്റില്ലേ, ഇനി കുറേ തോൽവികൾ കൂടി വരാനുണ്ട് എന്ന് അലീന വൈജയോട് പറയുമ്പോൾ വരട്ടെടി നോക്കാം എവിടം വരെ പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അലീനയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക വൈജ. ബാലൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബബിത ഫുഡുമായിട്ട് ചെല്ലുന്നത്. അച്ഛാ ഫുഡ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പം എന്നാ ഫുഡ്? മസാല ദോശയാണെന്ന് പറഞ്ഞു ബബിത. ആര് പറഞ്ഞേട്ടാ? ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്ക് മസാല ദോശ വേണമെന്ന്? അപ്പോൾ അലീന എടുത്തോണ്ട് വന്നതാ. എന്നിട്ട് അവളെവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ താഴെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓ നിന്നോട് ആരാ പറഞ്ഞേ ഇത് അലീനയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ? അത് അമ്മയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞോടായിരുന്നു എന്ന് ചോദിച്ചു. അമ്മ നിർബന്ധിച്ച് പറയുമ്പോൾ എങ്ങനെയാ വയ്യെന്ന് പറയുന്നേ എന്ന് ബബിത ചോദിക്കുക. ഓ അമ്മ ഒരു വെട്ടുകത്തി എടുത്ത് നിൻ്റെ അച്ഛൻ്റെ തല വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ അതും നീ അനുസരിക്കുമോ എന്ന് അച്ഛൻ മോളോട് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ അച്ഛാ? അമ്മ അങ്ങനെയൊക്കെ പറയുമോ? അതിൻ്റെ ചെറിയൊരു പതിപ്പായത്. അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞൊരു കാര്യം അച്ഛനെ എതിർത്തുകൊണ്ട് ചെയ്യുമ്പം അത് തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഫുഡല്ലേ അച്ഛാ, വെട്ടരിവാളൊന്നും അല്ലല്ലോ എന്ന് ബബിത. ശരി വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബബിത അതവിടെ കൊണ്ടേ വെച്ചു. ബബിത അവിടെ കൊണ്ടേ വെച്ച് കഴിഞ്ഞിട്ട് ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. സമയത്ത് ബാലചന്ദ്രൻ എന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. വലിയ ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ ബബിത മോള് താഴേക്ക് ഇറങ്ങി ചെല്ലുക കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. അയ്യോ അമ്മയ്ക്ക് അതിനേക്കാളും വലിയ സന്തോഷം. കൊടുത്തു എന്നാ പറഞ്ഞു? അവിടെ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വേറൊന്നും പറഞ്ഞില്ലേ? അമ്മ തലവെട്ടാൻ പറഞ്ഞ വെട്ടുമെന്ന് ചോദിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടാണെന്ന് നീ പറഞ്ഞോന്ന് ചോദിച്ചു. അമ്മ നിർബന്ധിച്ചിട്ടല്ലേ എന്ന് ബബിത അന്നേരം അമ്മയോട് ചോദിക്കാം. നിൻ്റെ അവകാശമാണ്, അങ്ങനെ തന്നെ പറയണമായിരുന്നു എന്നിങ്ങനെ ബബിതയോട് വൈജ പറയുമ്പോൾ അലീന ഒന്ന് ചിരിച്ചു കേട്ടോ. അപ്പോഴേക്കും അടുത്ത കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം. ആ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും മോളും അന്തം വിട്ടിങ്ങനെ മോളിലോട്ട് നോക്കുക. വൈജ ആ നോട്ടം നേരെ അലീനയിലേക്ക് കൊണ്ടുവന്നത്. അലീനയെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പാവത്തിന് പേടിയാവുന്നുണ്ട് ഈ പൂതനയുടെ അടുത്തുനിന്ന് കയറി പോകാൻ. രക്തം ഊറ്റി കുടിക്കാൻ പാകത്തിന് നിൽക്കുകയല്ലേ, ബെല്ലടിയോടടി. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി അലീന കയറി പോകാൻ നോക്കുമ്പോഴത്തേക്കും നിൽക്കടി അവിടെ ബബിതേ, നീ ചെന്ന് ചോദിക്കുക കാര്യം എന്താണെന്ന്. അങ്ങനെ ബബിതയെ പറഞ്ഞു വിടുക. ബബിത പേടിയാ, പക്ഷെ അതിന് ഉന്തി തള്ളി പറഞ്ഞു വിടുക. ബബിത കയറിപ്പോയപ്പോഴും അലീന ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തോ ഏതാണ്ട് വലിയ കാര്യം ചെയ്തു ജയിച്ചു എന്നുള്ള മട്ടിൽ വൈജ നിൽക്കുമ്പോൾ അലീന പുല്ലെന്നുള്ള രീതിയിൽ അടുക്കളയിലേക്ക് പോയി. വൈജ ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. അപ്പോൾ വൈജ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ബബിത കയറി ചെന്നു. എന്താ അച്ഛാ വിളിച്ചേ എന്ന് ചോദിച്ചു. അപ്പോൾ മോളെ അതെ ഈ മസാല ദോശ തണുത്തു പോയല്ലോ, വേറൊന്ന് ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. പണിപാളി നോക്കട്ടെ മുട്ടൻ പണി ബബിത ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ബബിത അതേപടി എന്നെ എടുത്തു. എന്നിട്ട് അതേപടി എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ചൂടാറിയിട്ടില്ലല്ലോ, ഇതിന് ചെറിയ ചൂടുണ്ട്. എനിക്ക് അത്ര ചൂട് പോരാ മോളെ. 60 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് മസാല ദോശയുടെ കണക്ക്. ഇതിപ്പോൾ 40 ഡിഗ്രി ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനിങ്ങനെ ചൂടൊക്കെ ഇളക്കുന്നതെന്ന് ചോദിച്ചു ബബിത. തൊട്ട് നോക്കിയാൽ അറിയാം. ദേ ഈ ചൂണ്ടുവിരൽ കൊണ്ട് പതിയെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ കൃത്യം അറിയാം. വല്ലാണ്ട് അങ്ങ് പ്രസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് അതൊക്കെ അറിയാൻ പറ്റുമോ? ആ പറ്റും, അച്ഛനത് പറ്റും. അച്ഛൻ എത്ര മസാല ദോശ കഴിച്ചിരിക്കുന്നു, ഏതെല്ലാം ടെമ്പറേച്ചറിൽ, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ പറയുമ്പോൾ ബബിത അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ബബിതയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതിൻ്റെ അടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. വേറെ കൊണ്ടുവന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് മോളെ പറഞ്ഞു വിട്ടു. മോൾ അതെടുത്തോണ്ട് താഴേക്ക് പോയി. മോള് താഴേക്ക് പോയപ്പോൾ ബബിത ഇങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക, കഴുത്ത് കോടി പിടിച്ച് അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ ബബിത ഇറങ്ങി വരുന്നത് കണ്ടു. ഇതെന്നാടി കഴിച്ചു കഴിഞ്ഞു എത്ര പെട്ടത്? ഇപ്പം കഴിച്ചില്ല. അതെന്നാ കഴിക്കാത്ത? ടെമ്പറേച്ചർ കുറവാണ്, മസാല ദോശ വേറെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ടെമ്പറേച്ചറോ? തണുത്തു പോയെന്ന്. 60 ഡിഗ്രി സെൽഷ്യസ് സെൻറ്റിഗ്രേഡ് കൊടുക്കണമെന്ന്. നീ എന്താടി എന്നെ കളിയാക്കണോ? ആ ചൂടിൽ കിട്ടണമെന്ന് അച്ഛൻ പറഞ്ഞത്. ഉടനെ വേറെ മസാല ദോശ കൊടുക്കാൻ പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും വൈജയ്ക്ക് അതങ്ങ് ബോധിച്ചില്ല. വൈജ അലീനേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിച്ചു. അലീന അന്നേരം അങ്ങോട്ട് വന്നു. ദേ ബാലചന്ദ്രന് വേറെ മസാല ദോശ വേണം, ഇത് തണുത്തു പോയെന്ന്. 60 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂട് വേണമെന്നാ പറഞ്ഞതെന്നൊക്കെ വൈജ പറയുമ്പോഴത്തേക്കും അലീനയ്ക്ക് ചിരി വന്നു. അലീന ഇങ്ങനെ ചിരിക്കാം. 60 ഡിഗ്രിയോ? അപ്പോഴത്തേക്കും നിനക്കല്ലേടി കൃത്യമായിട്ട് അറിയാവുന്നേ, നീ ഒരെണ്ണം കൂടി ഉണ്ടാക്ക് 60 ഡിഗ്രിയിൽ എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് ചിരി വരുവാട്ടോ. അലീന ഇങ്ങനെ നിന്ന് ചിരിച്ചു.
എന്നെ അങ്ങനെ പൊട്ടിയാക്കാനും നോക്കണ്ട, അഭ്യാസമൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വൈജ പറയുമ്പം ഞാൻ സാറിന് പറ്റിയ ചൂടിലുണ്ടാക്കി തരാം, പക്ഷേ മുകളിൽ ചെല്ലുമ്പോൾ തണുത്ത് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. നീ എന്നോട് മത്സരിക്കാനാണ് ബാലചന്ദ്രൻ്റെ ഉദ്ദേശമെങ്കിൽ നീ ഇന്ന് 100 മസാല ദോശ ഉണ്ടാക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അലീന നീ ഇനി ഓരോ മസാല ദോശ ഇവിടെ ഉണ്ടാക്കിയാൽ മതി എൻ്റെ പാകത്തിനെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ബാൽക്കണിയിൽ വന്ന് നിൽക്കുമോ. വൈജ കണ്ടില്ല, വലിയ ആള് കളിച്ചതാ, ചീറ്റിപ്പോയി. അപ്പോഴേക്കും വൈജയുടെ വായടഞ്ഞു. വൈജ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം ബാലൻ പറഞ്ഞു, അതിനു മുമ്പ് ഒരു ഉപകാരം കൂടി നീ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണമെന്ന്. അതെന്താ ഇനി അടുത്തത്? ആ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന വർക്ക് ഏരിയയുടെ മൂലയ്ക്ക് ഒരു ചൂരലിരിപ്പുണ്ട്. പാമ്പിനെയും എലിയെയും പഴുതാരയും ഒക്കെ തല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ 5 അടി നീളത്തിലുള്ള ഒരെണ്ണം. ആദ്യം നീ അതിങ്ങ് പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അത് വൈജയുടെ പുറം വഴി വീക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇനി ആരും ആ ഭാഗത്തേക്ക് പോവില്ലല്ലോ. അപ്പോൾ അതെന്തിനാ സാറേ എന്നിങ്ങനെ അലീന വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ റൂമിൽ ചില ശല്യങ്ങൾ കയറി തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നിന്നെ വിളിച്ച് എപ്പോഴും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബബിത ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കുക. അതുപോലെ വൈജ മകളെയും അലീനയെയും നോക്കണം. ഇപ്പം കിട്ടണം എനിക്കതെന്ന് പറയുമ്പോഴത്തേക്ക് അലീന അങ്ങോട്ടേക്ക് പോയി എടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ ബാൽക്കണിയിൽ താഴോട്ട് നോക്കി ഇങ്ങനെ നടക്കും. അതിനുശേഷം താഴേക്ക് പതുക്കെ ഇറങ്ങി വരുന്നു. ആ പത്തല് പോലത്തെ ചൂരലുമായിട്ട് നമ്മുടെ അലീന ഇറങ്ങി വരുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.